അഭിഷേക് സഞ്ജു ഓപ്പണിങ്ങിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നമ്മൾ ആ ഒരു സാധ്യതയെ പറ്റി എന്താണ് ആലോചിക്കാത്തത്? അഭിഷേകിന്റെ ഫോമോട് ഏറ്റവും യുവരാജ് സിംഗിനായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നു. അതെ 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 സത്യം. കാരണം അല്ല, യുവരാജ് സിംഗ് സഞ്ജുവിനെയും പരിശീലിപ്പിച്ചിരുന്നു, ശരിയായിരുന്നു. ആ ഒരു വിന്നിംഗ് കോംബോ എനിക്കൊന്ന് പുള്ളി നിലവിലിപ്പോ ഒരു വിക്കറ്റ് പോകുന്നുള്ളൂ, 2 വിക്കറ്റ് പോകുന്ന സാഹചര്യം വരും. ഒരു സാധ്യതയും കൂടിയുണ്ട് ഇതിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടോ എന്നുകൂടി എനിക്ക് സംശയം തോന്നുന്നുണ്ട് അഭിഷേക് ശർമ്മയുടെ കേസിൽ. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ അതിനു മുമ്പുള്ള T20 മാച്ചസ്, വൺ ഡേ മാച്ചസ്, ഇതിലൊക്കെ ശരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു വ്യക്തി. വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതായിരിക്കുമല്ലോ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും നോക്കിക്കാണുന്ന ഒരു സ്റ്റാർട്ടിംഗ് ബാറ്റർ. കാരണം ആ ഒരു താര പരിവേഷം ഓൾറെഡി ആൾക്ക് കൊടുത്തു കഴിഞ്ഞു, ആ വ്യക്തിക്ക്. കാരണം എല്ലാവരും ഈ ടൂർണമെന്റിന്റെ താരമാകുമെന്ന വലിയ രീതിയിൽ കൊടുത്തുകൊടുത്ത പ്ലെയറാണ് അഭിഷേക്. താരങ്ങളൊക്കെ പ്രവചിച്ചത് അതിൻ്റെതായ സമ്മർദ്ദമുണ്ട്. ഒരു പക്ഷേ ആ ഒരു കൺസേൺ ആണോ എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയസൂര്യ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ജയസൂര്യയുടെ വിവാഹമൊക്കെ കഴിയുന്നത്. ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയസൂര്യയുടെ പിന്നെ അങ്ങോട്ട് ഒരു ടൂർണമെൻറ്റും ജയസൂര്യ ഫോമായിട്ടില്ല. അപ്പോൾ അത് മാനസികമായിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നുള്ളതും എനിക്ക് പേഴ്സണലി തോന്നുന്നു. കാരണം അഭിഷേകിന് ഈ അസുഖം വന്നതിന് അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തിലകിനും അത് തന്നെയാണ് പ്രശ്നം. സർജറി കേസാണ് വരുന്നത്. അദ്ദേഹം ആ ഒരു സ്റ്റൈൽ, അതായത് പിന്നെ സുനിൽ ഗവാസ്കർ പറഞ്ഞതിലൊരു വലിയ പോയിന്റ് ഉണ്ട്. കാരണം ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറി അടിക്കണം, അല്ലെങ്കിൽ ആ ഒരു പിന്നെ അഗ്രഷൻ കാണിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമില്ല. ആ ഒരു രീതി മാറിയിട്ട് ഫസ്റ്റ് ഒരു സിംഗിൾ എടുത്തിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു 5-10 പന്തുകളെങ്കിലും നേരിട്ടതിന് ശേഷം ഇടയ്ക്കൊക്കെ ശൈലി മാറ്റാമല്ലോ. ഇപ്പോൾ ഒരേ ശൈലിയിൽ തന്നെ എല്ലാ മത്സരങ്ങളും കളിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം നമ്പർ 1 സഞ്ജു എപ്പോഴും എല്ലാ കളികളിലും പുറത്താകുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിനെ അൽപ്പിച്ചേക്കുന്ന റോൾ അതായിരുന്നു എന്നുള്ളതാണ്, അടിച്ചു കളിക്കുക എന്നുള്ളതായിരുന്നു. ചിലപ്പോൾ ടീം എന്താണ് അഭിഷേകിനോട് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം നമുക്കറിയില്ല. ഒരുപക്ഷെ ടീം കൊടുത്തിട്ടുള്ള ആത്മവിശ്വാസം ഉറപ്പുമായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഷോട്ട് കളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ലാസ്റ്റ് ഒരു മാച്ചിൽ ഇതുപോലെ അഭിഷേക് ശർമ്മ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അഭിഷേക് ശർമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ ഫസ്റ്റ് ബോൾ ഇറ്റ്സെൽഫ് യു ഗോ ഓൺ ഫോർ ദ ബിഗ് ഹിറ്റ്സ്. ആ ഒരു രീതിയിലാണ്. അപ്പം ആ ഒരു രീതിയിൽ അപ്പം അതുമായിരിക്കാം മേ ബി ഇതിലെന്തായാലും വേൾഡ് കപ്പ് എന്നുള്ള ആ ഒരു പ്രഷർ ഇനി പിന്നെ അതും നോക്കിയാൽ ഈ ലോകകപ്പിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പാണ് ഇന്ത്യ. അപ്പോൾ ഓപ്പണിംഗ് പാളിയാൽ പോലും പിടിച്ച് കയറാൻ പറ്റുന്ന 8ാമത് വരെ വരുന്ന ആൾക്കാർക്ക് വരെ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ്. ആ ഒരു ആത്മവിശ്വാസം കൂടി ടീമിനുണ്ടായിരിക്കും. ഒരു അത് തെളിഞ്ഞും കഴിഞ്ഞു. അപ്പോൾ അഭിഷേക് ശർമ്മ 3 കളികളിൽ പുറത്തായെങ്കിൽ പോലും അത് ഇന്ത്യയെ ബാധിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്.